ഇന്ന് എന്റെ മൂഞ്ചി പോയൊരു പാചക പരീക്ഷണം കാണാം നമുക്ക്. ഇതും ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ നാടൻ സ്റ്റൈലുള്ള ഒരു കുറുമക്കറി, അത്രേ ഉള്ളൂ. വെജ് കുറുമ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചപ്പാത്തി ഓർമ്മ വന്നത്. ചപ്പാത്തി ഓർമ്മ വന്നപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ പാചകത്തിൽ എന്റെ അച്ഛന് ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്റെ അച്ഛൻ പണ്ട് നാട് വിട്ട് ബോംബെയിലേക്ക് പോയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞതിന്റെ ഒരു ചെറിയ തെളിവ് പാചകം തന്നെയാണ്. കാരണം അച്ഛൻ അടിപൊളിയായിട്ട് ചപ്പാത്തി വരത്തും. അച്ഛൻ പറയാറ് അച്ഛൻ ബോംബെയിലിരുന്ന സമയത്ത് ചപ്പാത്തി ആയിരുന്നു മെയിൻ ഫുഡ് എന്നാ. ജോലിക്ക് പോണേക്കാളും മുന്നേ ചപ്പാത്തി ഉണ്ടാക്കി അത് പേപ്പറിൽ പൊതിഞ്ഞ് പോക്കറ്റിലിട്ട് പോകുന്ന അച്ഛൻ പറയാറ്. എന്നിട്ട് ജോലിയുടെ ബ്രേക്കിന്റെ ഇടയിൽ ചപ്പാത്തി എടുത്ത് കഴിക്കും. അച്ഛൻ നല്ല അടിപൊളിയായിട്ട് റൗണ്ട് ഷേപ്പിൽ ചപ്പാത്തി വറുത്തെടുക്കും. ഞാൻ ചപ്പാത്തി പരത്താൻ പഠിച്ചതും അച്ഛൻ്റെതാണ്. ഈ പറഞ്ഞതൊക്കെ എന്റെ കുട്ടിക്കാലത്തെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളാണ് കേട്ടോ. ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു പക്ഷെ അച്ഛനിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ കാണായിരുന്നു. ഞാൻ മുന്നെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, അച്ഛന്റെ മദ്യപാനം കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ കുറുമക്കറി എങ്ങനെ മുഞ്ചി പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. കറി കാണാൻ നല്ല ഗുമ്മൊക്കെ ഉണ്ടെങ്കിലും എരി ഒത്തിരി കൂടുതലാണ്. ഇത്ര എരിഞ്ഞിട്ടും വീഡിയോയിൽ അത് കാണിക്കാതിരുന്ന് ചിരിക്കുന്ന എന്റെ ഒരു അഭിനയേ. അപ്പൊ നാട്ടില് വെറുതെ കിട്ടണമെന്ന് വെച്ചിട്ട് പച്ചമുളക് ആരും വാരിക്ക് ഒരു കറിയിൽ ഇടരുത്.